തേവയ്ക്കൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് 800 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. .8 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഏകദേശം 4.6 മീറ്റർ ഓപ്പണിംഗ് സ്പേസ് ആണ് ഇവിടെ ഗേറ്റിന് വരുന്നത്. മതിലിന്റെ ഡിസൈനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇവിടെ ഗേറ്റിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയ മുറ്റത്തേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് വരുന്ന ഈ വീടിന് 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഉള്ളത്. മുൻഭാഗത്തായിട്ട് 11 അടി വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് കിട്ടുന്നതാണ്. വീടിന്റെ മുൻഭാഗത്തായി ഇവിടെയായിട്ടാണ് സെക്കൻഡ് കാർ പാർക്കിംഗ് വരുന്നത്. ഏകദേശം 16.5 അടി നീളവും 11 അടി വീതിയുമാണ് ഈ കാർ പാർക്കിംഗ് സ്പേസിന് ഉള്ളത്. വീടിന്റെ തെക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 3.5 അടി വീതിയാണ് ഈ ഭാഗത്തിനുള്ളത്. ഇവിടെ മെറ്റൽ പാകി വൃത്തിയായി ചെയ്തിരിക്കുന്നു. വീടിന്റെ കിഴക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 4 അടിയോളം വീതിയാണ് ഈ ഭാഗത്തിനുള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടി വീതിയാണ് ഈ ഭാഗത്തുള്ളത്. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിന്റെ സിറ്റ് ഔട്ട് 15 അടി നീളവും 6 അടി വീതിയുമുള്ള ഒരു വലിയ സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റിലാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ പ്രധാന വാതിൽ വരുന്നത്. കട്ടളയും ഡോറും തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഡോർ ആയിട്ടാണ് ഇവിടെ പ്രധാന വാതിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. പടിഞ്ഞാറും തെക്കും ഭാഗത്തായിട്ട് 3 പാളികളുള്ള ജനലുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡിന്റെയും വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു സെപ്പറേഷൻ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 14.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിലുള്ളത്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് കുറെ ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. ഏകദേശം 11 അടി നീളവും 9.5 അടി വീതിയുമുള്ള ഒരു കിച്ചണാണിത്. ഇത് നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടി നീളവും 8 അടിയോളം വീതിയുമാണ് ഈ വർക്ക് ഏരിയയ്ക്കുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഇവിടെയായിട്ട് സിങ്കിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ വീടിന് വാട്ടർ സോഴ്സിനായിട്ട്
ബോർവെല്ലും വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 13 അടിയോളം നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് 3 ഡോറുകളുള്ള ഒരു കബോർഡ് നൽകിയിരിക്കുന്നു. ഇവിടെ സൗത്തിലും ഈസ്റ്റിലുമായിട്ട് 3 ജനലുകൾ നൽകിയിരിക്കുന്നു. വൈറ്റ് കോമ്പിനേഷനിലാണ് ജനലുകളും കതവുകളും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് പോകുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ത്രെഡ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന് ഒരു ഫ്ലൈറ്റ് ആണുള്ളത്. അതേപോലെ സ്റ്റെപ്പിനെല്ലാം തന്നെ ഹൈറ്റ് കുറവായതിനാൽ അനായാസം കയറാവുന്നതാണ്. കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗിലേക്കാണ്. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ഈ അപ്പർ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിന്റെ ഈ സൗത്ത് ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഒരു കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് പോകുന്നത്. എല്ലാം ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 9.5 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ കബോർഡ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടിയിലേറെ നീളവും 4 അടി വീതിയുമാണ് ഈ യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 800 മീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിൽ നിന്ന് 2 കിലോമീറ്റർ, കുസാറ്റിലേക്ക് 5 കിലോമീറ്റർ, നാഷണൽ ഹൈവേയിലേക്ക് 5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരങ്ങൾ. 4 സെന്റ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 88 ലക്ഷം രൂപയാണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.